നാൽപ്പത്തി റൗണ്ടിൽ പാടാനെത്തുന്നത് റിയാസ് കാസർഗോഡ്. റിയാസ്, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നമുക്ക് റിയാസിന്റെ പ്രൊഫൈൽ ഒന്ന് കാണാം, കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ഇതാണ് എന്റെ കാസർഗോഡ്. റിയാസ് കാസർഗോഡ് മാപ്പിള സംഗീതത്തിന്റെ അതുല്യ പ്രതിഭകളായ ടി ഉബൈദ് സാഹിബിന്റെയും അഹമ്മദ് പള്ളിക്കരയുടെയും സ്മരണകൾ ജ്വലിക്കുന്ന കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും പട്ടുറുമാലിന്റെ ഇശൽ വീട്ടിലേക്ക് കടന്നുവരികയാണ് റിയാസ്. ഇതാണ് എൻ്റെ ഫാമിലി. പട്ടുറുമാലിൽ എത്താൻ വേണ്ടി കുറേ കാലം ആഗ്രഹിച്ചാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ പട്ടുറുമാലിൻ്റെ ഇതിലെനിക്ക് സെലക്ഷൻ കിട്ടിയത്. ഏർവാളം അബ്ദുള്ള മൈമുന ദമ്പതികളുടെ മകനായി പിറന്ന റിയാസിന്റെ 13-ാം വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ടു. പിന്നീടുള്ള ദുരിതപൂർണമായ ജീവിതം റിയാസിനെ കൊണ്ടുചെന്നെത്തിച്ചത് മലപ്പുറം ആദവനാട് PMSA ഓർഫനേജിലാണ്. ഓർഫനേജിലെ പഠനകാലത്താണ് റിയാസ് മാപ്പിളപ്പാട്ടുമായി ചങ്ങാത്തത്തിലാകുന്നത്. അക്കാലത്ത് നിരവധി മത്സരങ്ങളിൽ മാപ്പിളപ്പാട്ടുകൾക്ക് പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടി റിയാസ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാൻ പഠിച്ച സ്ഥാപനമായ മലപ്പുറം ജില്ലയിലെ ആദവനാട് കാട്ടിലങ്ങാടി PMSA പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഓർഫനേജിലാണ്. ഇവിടെയാണ് ഞാൻ പഠിച്ചു വളർന്നത്. നമുക്ക് സ്ഥാപനത്തിലോട്ട് സ്മൃതി തൻ ചിറകിലേറി ഞാനും ശ്യാമഗ്രാമഭൂവിലണയുന്നു. അരയാലിൻ കുളവും ഈ കൽപ്പടവും പുനർജന്മമെനിക്കേകുന്നു. ഞാൻ എൻ്റെ ബാല്യത്തിൻ തീരത്ത് നിൽക്കുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ ആദവനാട് തിരുനാവായ പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമായ കാട്ടിലങ്ങാടിയിലെ PMSA പൂക്കോയത്തങ്ങൾ എത്തിങ്കാരയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 3 പതിറ്റാണ്ട് കാലമായി ശ്രദ്ധേയമായ തരത്തിൽ അനാഥ അഗതി ബാലികാ ബാലന്മാർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങളോടുകൂടി നല്ല നിലയിൽ 200ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുന്ന സ്ഥാപനമാണ് PMSA പൂക്കോയത്തങ്ങൾ എത്തിങ്കാര. സ്ഥാപനത്തിന് കീഴിലായി ധാരാളം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അനാഥശാലയിൽ നിർധനരും നിരാലംബരമായി കഴിയുന്ന ഉറ്റവരും ഉടയവരുമില്ലാത്തവരായി സംരക്ഷിക്കപ്പെടാനാണില്ലാത്ത കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് വളർത്തി വലുതാക്കുക എന്ന ലക്ഷ്യത്തോടെ അഭിമന്യരായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മേൽനോട്ടത്തിൽ നടത്തി വരുന്ന ഈ സ്ഥാപനം എന്തുകൊണ്ടും ശ്രദ്ധേയം. ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് യതീംഖാനയിലെ അന്തേവാസിയും ഇന്ന് കേരളത്തിൽ മുഴുവനും അറിയപ്പെടുന്ന ശ്രദ്ധേയനായ ഗായകൻ കാസർകോട്ട് റിയാസ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വിദ്യാർത്ഥിയായിരുന്നു. പഠിക്കുന്ന കാലത്ത് എപ്പോഴായാലും ഒരു മൂളിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ മേഖലകളിലും പള്ളിയിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴുമൊക്കെ ചെറിയ ചെറിയ പാട്ട് മൂളിക്കൊണ്ട് നടന്നിരുന്ന ആ കുട്ടി പഠിച്ച് മുന്നോട്ട് ഉയരാൻ ഇവർ പ്രയാസമായിരിക്കുമെന്ന് ഞങ്ങൾ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവന് തന്നെ പഠിക്കാൻ താല്പര്യം കുറവ് കണ്ടപ്പോൾ അവൻ്റെ മേഖല പാട്ടാണ് എന്ന സ്ഥാപനം തിരിച്ചത്. അതിന് വേണ്ട പ്രോത്സാഹനങ്ങളും ആവശ്യമായ നിർദ്ദേശങ്ങളുമൊക്കെ ഞങ്ങളുടെ പരിമിതമായ കഴിവുപയോഗിച്ചുകൊണ്ട് നൽകാൻ സാധിച്ചതിൽ ഇന്ന് വലിയ സന്തോഷമുണ്ട്. അവൻ ഉയർന്ന നിലവാരത്തിൽ നല്ലൊരു ഗായകനായി എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ശ്രദ്ധേയമായ ചാനൽ കൈരളി ചാനലിൻ്റെ പട്ടുറുമാലുമായിട്ട് റിയാസ് മാറുമ്പോൾ അതിനെക്കുറിച്ച് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുമ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ശ്രദ്ധേയമായ കേന്ദ്രങ്ങളിലും റിയാസിന് നല്ല നിലയിൽ ഗാനാലാപനം നടത്താനും വിലപ്പെട്ട ടീമുകളോടൊപ്പം നല്ല നിലയിൽ ഇണക്കമാർന്ന തരത്തിൽ പാടി മുന്നോട്ടെത്തുവാനും കഴിയുന്നു എന്ന് കാണുമ്പോൾ ഈ സ്ഥാപനത്തിലെ അന്തേവാസികൾക്കും ഇവിടെ വളർന്നു വരുന്നവർക്കും പിരിഞ്ഞുപോയവർക്കും വലിയ സന്തോഷമുണ്ട്. മുന്നോട്ടുള്ള ഗമനത്തിന് റിയാസിന് എല്ലാവിധ പിന്തുണയും ആകുന്നത്ര പ്രാർത്ഥനയും അതിനാവശ്യമായിട്ടുള്ള പിന്തുണയും നൽകാൻ ഞങ്ങൾ നിർബന്ധിക്കുകയാണ്. അതോടൊപ്പം ഇത്തരത്തിലുള്ള കലാകാരന്മാരെ നല്ല നിലയിൽ മുന്നോട്ട് കൈപിടിച്ചുയർത്തുന്നതിന് നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നും എല്ലാവരുടെയും പിന്തുണയും അതോടൊപ്പം തന്നെ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് കൂടി റിയാസിൻ്റെ മുൻകാല സ്ഥാപനത്തിൻ്റെ ഒരു എളിയ ഭാരവാഹി എന്ന നിലയ്ക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു.
മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ റിയാസ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്ന സമയത്ത് അവന് സാഹിത്യ സമാജങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പാടാൻ നല്ല കഴിവുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് വീഴ്ചകളുള്ള ഒരു കഴിവായിരുന്നു ആ സമയത്ത് അവർക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ ഞങ്ങൾ കൂടെ ജോലി ചെയ്തിരുന്ന ബഹുമാന്യനായ ഇന്ന് ഗൾഫിൽ ജോലി ചെയ്യുന്ന അബ്ദുൽ അസീസ് ഫൈസി ആദവനാട് പാറ, അദ്ദേഹമാണ് അവനെ പാട്ട് രംഗത്തേക്ക് കൊണ്ടുവന്നത്. പാട്ട് പഠിക്കാൻ നല്ല മിടുക്കനായി താല്പര്യപൂർവ്വം കടന്നു വന്നപ്പോൾ അവനിക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളും അവനെ പ്രോത്സാഹിപ്പിച്ച് മോട്ടിവേഷൻ നൽകി പാട്ട് എഴുതാനും അത് പാടിയ രീതികളെക്കുറിച്ചുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ഗാനരംഗത്ത് കഴിവുള്ള അബ്ദുൽ അസീസ് ഫൈസി എന്ന ഒരു ഉസ്താദിനെ കിട്ടിയത് തന്നെ അവർക്ക് ഇവിടെ പഠിക്കുന്ന കാലത്ത് നല്ല അച്ചടക്കവും നല്ല സൗമ്യതയും ഒക്കെ കൂടിയായിരുന്നു ഇവിടെ കൂട്ടുകാരും അവരൊക്കെ ഇവിടെ കഴിഞ്ഞിരുന്നു. അവൻ്റെ അനുഭവങ്ങൾ ഒരുപാട് അവനിക്ക് പാഠമായതുകൊണ്ടായിരിക്കാം ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇവിടെയുള്ള കൊച്ചു കുട്ടികളെ LP ക്ലാസ്സിൽ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ, അതിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന അലക്കാനും കുളിക്കാനും ഒന്നും കഴിയാത്ത കുട്ടികളെ അവർ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവരെ കുളിപ്പിക്കുകയും നല്ല ഡ്രസ്സ് എടുപ്പിക്കുകയും അവരെ കൈകാലുകളൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല വൃത്തിയിൽ അവർ കൊണ്ടുപോകുന്നതിൽ റിയാസ് നല്ല താല്പര്യം കാണിച്ചിരുന്നു. ആ താല്പര്യങ്ങൾ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും തന്നെ ഒരു വലിയ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥാപനം കലോത്സവ രംഗങ്ങളിൽ ഓർഫനേജ് ഫെസ്റ്റുകളൊക്കെ നടക്കുമ്പോൾ, സ്കൂൾ കലോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ റിയാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രോഫികളുമായി നമുക്ക് കടന്നു വരാനുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട്. ഇവിടെ സ്ഥാപനത്തിലെ ഒരുവിധ ട്രോഫികളൊക്കെ റിയാസ് മാപ്പിളപ്പാട്ടിലൂടെ നേടിയെടുത്തതാണ്. റിയാസിൻ്റെ ഈ ഒരു താല്പര്യം സ്ഥാപനത്തിലൂടെ വല്ലാതെ മുതൽക്കൂട്ടായിട്ടുണ്ട്. സംസ്ഥാന ഓർഫനേജ് കലോത്സവങ്ങളിലൊക്കെ മാപ്പിളപ്പാട്ടിൽ ഫസ്റ്റ് ഇയർ നേടി ട്രോഫികളുമായി ഞങ്ങൾ എപ്പോഴും ഇവിടെ എത്താറുണ്ട്. റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പടയായിരിക്കും ഓർഫനേജ് ജില്ലാ പരിപാടികളിലും സംസ്ഥാന പരിപാടികളിലും സ്കൂൾ കലോത്സവങ്ങളിലുമൊക്കെ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് പോകുന്നത് എന്നും കൂടി ഞാനൊരു സന്തോഷപൂർവ്വം സ്മരിക്കുകയാണ്. ഇന്ന് റിയാസ് ഈ മേഖലയിൽ എത്തിയതിൽ സന്തോഷിക്കുന്നു. അള്ളാഹു അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെയാണെന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ മനസ്സിലെ ഏറ്റവും സ്നേഹം ഇതുവരെ പഠിപ്പിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും മനസ്സിൽ പതിഞ്ഞ അവ ഈ നിലയിലേക്ക് കാണാൻ വളരെയധികം ഞാൻ പട്ടർമാനിലെത്തിയെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഹായ്, എൻ്റെ പേര് റിയാസ് ആണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ഞാൻ റിയാസ്. ഞാൻ ഇവിടെ പഠിച്ചതാണ്. ഇവിടെ ഓർഫനേജ് ആയിരുന്നു പഠിച്ചത്. 8ാം ക്ലാസ് എന്നെ പഠിപ്പിച്ച ടീച്ചർ രാജി ടീച്ചർ, ആ സമയത്തുള്ള ടീച്ചേഴ്സ് രാജി ടീച്ചർ, അതുപോലെ കെരീം സാറ്, ടീച്ചർ, ഇവരൊക്കെയാണ് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് പലർക്കും എന്നെ കണ്ടിട്ടുണ്ടാവാം, ചിലർക്ക് അറിയുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ വളരെ സപ്പോർട്ട് ആയിരുന്നു പാട്ടും കാര്യങ്ങളൊക്കെ. സുന്ദരം
അംബരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. ജീവിത പ്രാരാബ്ധങ്ങളിൽപ്പെട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന റിയാസിന് കുടുംബം പുലർത്താൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കുപ്പായം അണിയേണ്ടി വന്നു. അങ്ങനെ പാട്ടുകാരനായ ഈ ഓട്ടോക്കാരൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി മാറി. മധുവർണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലിംഗി മാറിയും നോളെ ലിംഗി മാറിയും നോളെ ലിംഗി മാറിയും നോളെ. ഇപ്പോൾ കാസർഗോട്ടുകാരുടെ ഇഷ്ടഗായകനായി മാറിയ റിയാസ് സ്റ്റേജ് ഷോകളിൽ ഗാനവിസ്മയം തീർക്കുന്ന പ്രിയപ്പെട്ട താരമാണ്. സംഗീതം കൊണ്ട് തന്റെ കുടുംബം പോറ്റി വളർത്തുന്ന റിയാസ് എന്ന ഈ ഗായകൻ തന്റെ സ്വപ്നാഭിലാഷമായ പട്ടുറുമാലിന്റെ ഈ വേദിയിലെത്തിയിരിക്കുകയാണ്. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം റിയാസ് കാസർഗോഡ്.